പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന നമ്മളൊരു 15,000 രൂപ റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അത്യാവശ്യം മൈലേജുള്ള മെയിൻ്റനൻസ് കുറവുള്ള ഒരു 5 വാഹനങ്ങളെ കുറിച്ചാണ്. അതിൽ കിക്ക് സ്റ്റാർട്ടുള്ള മോഡലുണ്ട്, കിക്ക് സ്റ്റാർട്ടുള്ള മോഡലുണ്ട്, സെൽഫ് സ്റ്റാർട്ടുള്ള മോഡലുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന നമ്മുടെ മുൻപ് എല്ലാം ചാനൽ സബ്സ്ക്രൈബ് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ഇതിൽ പറയാൻ പോകുന്നത് ഹീറോ ഹോണ്ടയുടെ വണ്ടികളാണ്. നമുക്ക് 2010 മോഡൽ വരുന്ന വണ്ടികൾ നമുക്ക് ഈ 15,000 രൂപ റേഞ്ചിൽ കിട്ടുന്നതാണ്. അതിൽ പാഷൻ പ്രോ കിട്ടാം, പാഷൻ പ്ലസ് കിട്ടാം, പിന്നെ ഗ്ലാമറും കിട്ടുന്നതാണ്. അപ്പോൾ പാഷൻ പ്രോനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് അലോയ് വീൽ വരുന്ന മോഡലാണ്. അതിൽ ഡിജിറ്റൽ മീറ്റർ ഉണ്ടാവില്ല ഫസ്റ്റ് മോഡലിലൊന്നും, നമുക്ക് അനലോഗ് മീറ്റർ തന്നെ ആയിരിക്കും. പക്ഷേ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന നല്ല വണ്ടിയാണ്. എത്ര ലോങ് വേണമെങ്കിൽ യാത്ര ചെയ്യാം, ട്രബിൾ ഫ്രീ ആണ്, മെയിൻ്റനൻസ് എല്ലാം ചീപ്പാണ്. പാഷൻ പ്ലസും അതുപോലെ തന്നെയാണ്, പക്ഷേ സെൽഫ് ഉണ്ടാവില്ല എന്നുള്ളൂ, അലോയ് വീൽ ഉണ്ടാവില്ല, കമ്പി വീലായിരിക്കും വരിക. കുറച്ചുകൂടി വെയിറ്റ് ഉള്ള വണ്ടിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഈ പറഞ്ഞ പോലെ ഒരു 60, 62, 65 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നതാണ്. 2010 മോഡലൊക്കെ കിട്ടും. നമുക്ക് 2010 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2023 ലാസ്റ്റ്, നമുക്കൊരു 2 വർഷം കൂടി ഓടിച്ചു നടക്കാം. 2010 വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു 2025 പകുതി വരെയൊക്കെ, അത് വണ്ടിയുടെ നമ്പർ പോലെ ഇരിക്കും. 2025 പകുതി എന്തായാലും ഓടിക്കാം. അപ്പോൾ ഒരു 1.5 വർഷം, 2 വർഷത്തിൽ താഴെ പേപ്പറുള്ള വണ്ടികളായിരിക്കും 2010 മോഡലുകളിൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു 15,000 രൂപ റേഞ്ചിൽ റീടെസ്റ്റ് കഴിഞ്ഞ വാഹനങ്ങൾ കിട്ടും. ബജാജിൻ്റെ പ്ലാറ്റിന നമുക്കൊരു 70 റേഞ്ച് മൈലേജ് വരുന്നതാണ്. റീടെസ്റ്റ് കഴിഞ്ഞ 2006 വണ്ടി, 2005 മോഡലൊക്കെ റീടെസ്റ്റ് കഴിഞ്ഞ വാഹനങ്ങൾ ഈ ഒരു റേഞ്ചിൽ കിട്ടും. അതിന് 2027 അല്ലെങ്കിൽ 2026 വരെയൊക്കെ പേപ്പർ, അതായത് ഒരു 3 കൊല്ലം 4 കൊല്ലം പേപ്പറുള്ള വാഹനങ്ങൾ എന്തായാലും വൺ ടൈം ടെസ്റ്റ് കഴിഞ്ഞ വാഹനങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 15,000 രൂപയിൽ ഇഷ്ടംപോലെ OLX ഫേസ്ബുക്കിലെല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ നിയറസ്റ്റ് യൂസ്ഡ് ബൈക്കിൻ്റെ ഷോപ്പുകളുണ്ടെങ്കിൽ അവിടെ ലഭ്യമാണ്. വൺ ടൈം റീടെസ്റ്റ് കഴിഞ്ഞൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് 2 പ്രാവശ്യം മിനിമം റീടെസ്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതിനുശേഷം 2 പ്രാവശ്യത്തിന് മേളിൽ, അതായത് 3ാമത്തെ വട്ടമൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴാണ് കുറച്ചുകൂടി ഫീസ് എമൗണ്ട് കൂടുന്നുള്ളൂ. ഇതുവരെ റീടെസ്റ്റ് ചെയ്ത് നൽകില്ല എന്നൊരു ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് വൺ ടൈം ടെസ്റ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ടൈം ടെസ്റ്റ് കഴിഞ്ഞ വാഹനങ്ങൾ എടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 2007 പാഷൻ പ്ലസ്, 2006 പാഷൻ പ്ലസ് ഒക്കെ ഇഷ്ടംപോലെ ഈ റേഞ്ചിൽ 15,000 റേഞ്ചിൽ കിട്ടാറുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ 17,500, 18,000 വണ്ടികൾ കിട്ടാറുണ്ട്. 2007 ഗ്ലാമർ ഒക്കെ 17,500, 18,500 കിട്ടാറുണ്ട്. അതൊക്കെ ഒരു സംസാരിച്ച് നേരിട്ട് ഒന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 15 രൂപ റേഞ്ചിൽ പോരും. പിന്നെ RC ബുക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് ഒരു 800 രൂപ ഇപ്പോൾ ആയിട്ടുണ്ട്. അത് ഇപ്പോൾ പാർട്ടി നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഷെയർ ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ സംസാരിച്ചെടുത്താൽ മതി. ഒരു 3 വാഹനങ്ങൾ കൂടി ഈ റേഞ്ചിൽ നമുക്ക് കിട്ടുന്നതാണ്. സെൽഫ് സ്റ്റാർട്ടുള്ള വാഹനങ്ങളാണ്. ഒന്ന് ബജാജിൻ്റെ ഡിസ്കവർ കിട്ടും. 2011, 12 ഡിസ്കവറൊക്കെ ഒത്തിരി വണ്ടികൾ മാർക്കറ്റ് ബേസിൽ കൊടുക്കാനുണ്ട്. 12 മോഡൽ ഡിസ്കവർ 100cc, 125cc ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതാകുമ്പോൾ ഡിസ്ക് ബ്രേക്ക് ഉണ്ടാവും. സെൽഫ് സ്റ്റാർട്ട് അത്യാവശ്യം ഒരു ഡിസ്കവറൊക്കെ നമുക്ക് ഒരു 60-നും 65-നും ഇടയിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ സ്പെയർ പാർട്സ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഡിസ്കവറി തന്നെ 12 മോഡലുണ്ട്. അപ്പോൾ മോഡൽ ടു മോഡൽ സ്പെയർ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോൾ ചെയിൻ സ്പോക്കറ്റ്, എന്താ പറയുക, ചെയിൻ സ്പോക്കറ്റാണ് മെയിനായിട്ട് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. പിന്നെ അത് കൂടാതെ സ്വിച്ചസ് എല്ലാം ചേഞ്ച്, ഇപ്പോൾ ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഒക്കെ വരുന്ന 2 പോർഷൻസില്ല. അതെല്ലാം ഓരോ മോഡലിലും ഓരോ ടൈപ്പാണ് വരുന്നത്. എഞ്ചിൻ്റെ പാർട്സ് ഒക്കെ സെയിം ആണ്. അത് തന്നെ പാക്കിങ്, ക്ലച്ച് സൈഡ് പാക്കിങ്, ക്ലച്ചിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ എല്ലാം ഓരോ മോഡൽ ടു മോഡൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രശ്നം ആവുന്നുണ്ട്. എന്നാലും നല്ല എഞ്ചിൻ കണ്ടീഷനുള്ള ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി 15 രൂപ എടുത്ത് ഓടിച്ച് നോക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ മഹീന്ദ്രയുടെ സെഞ്ചൂറോ 2014 വണ്ടി, 15 വണ്ടിയൊക്കെ 15,000 രൂപയ്ക്ക് ഒത്തിരി വണ്ടികൾ കൊടുക്കാൻ മാർക്കറ്റ് പ്ലേസിലുണ്ട്. നല്ല കണ്ടീഷനുള്ള വണ്ടി മാത്രം നോക്കിയെടുക്കുക. എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉള്ള വണ്ടി നോക്കിയെടുത്ത് കഴിഞ്ഞാൽ സ്പെയർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് മഹീന്ദ്രയുടെ ഷോറൂമുകൾ ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ഇപ്പോൾ അവർ നിർത്തിപ്പോയതുകൊണ്ട് ഷോറൂമുകളിൽ കിട്ടുന്നില്ല. പിന്നുള്ള സ്പെയർ പാർട്സ് കടകളാണ്, അത്യാവശ്യം വലിയ സ്പെയർ പാർട്സ് കടകളിൽ ഇതിൻ്റെ പാർട്സ് കിട്ടുന്നുള്ളൂ. എന്നാലും ചില സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വരുത്തേണ്ടി വരും. ഇപ്പോൾ ആയിട്ട് സംബന്ധിച്ച് ഇപ്പോൾ ECM, അതായത് CD യൂണിറ്റ്, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും പുതിയത് വരുന്നില്ല. അതെല്ലാം പഴയ സ്പെയർ പാർട്സ് പൊളിക്കുന്ന സ്ഥലങ്ങളില്ലേ, വണ്ടികൾ പൊളിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് മേടിച്ച് വെക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ സ്പെയർ പാർട്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സെഞ്ചൂറോ 15,000 രൂപ റേഞ്ചിൽ എടുക്കുന്നതിന് തെറ്റില്ല. പിന്നെ സുസുക്കിയുടെ സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞ മോഡലുണ്ട്. അത് ഒരു 2012 വണ്ടിയൊക്കെ 15 രൂപ റേഞ്ചിൽ കിട്ടാനുണ്ട്. അതിനും ഈ സെയിം പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഷോറൂമിൽ തന്നെ സ്പെയർ എടുക്കേണ്ടി വരും. അത് സ്പെയറിന് 2 ആഴ്ച 3 ആഴ്ചയൊക്കെ വെയിറ്റിംഗ് പറയുന്നുണ്ട്. എന്നാൽ തന്നെ നമ്മുടെ അത്രയും ബഡ്ജറ്റ് ഉള്ളെങ്കിൽ ഈ വണ്ടികളിലേക്ക് പോകുന്നത് തെറ്റില്ല. പിന്നെ നമ്മുടെ പേയ്മെൻറ്റാണ്, നമ്മൾ നന്നായിട്ട് ആലോചിച്ചെടുക്കുക. ഇപ്പോൾ ഹീറോ ഹോണ്ട തന്നെ വേണമെങ്കിൽ ഒരു 1 ടൈം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടികളായിരിക്കും കിട്ടുക. പക്ഷെ അതിനെല്ലാം ഒരു 3 വർഷം 4 വർഷം പേപ്പർ ഉണ്ടാവും.
ടെസ്റ്റ് കഴിയാത്ത വണ്ടികളാണെങ്കിൽ ചിലപ്പോൾ ഒരു കൊല്ലം 1.5 കൊല്ലം വരെ പേപ്പർ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതുക്കി എടുക്കേണ്ടി വരും. റീടെസ്റ്റ് ചെയ്യുന്നതും വലിയ പ്രശ്നമുള്ള കേസല്ല. ഇപ്പോൾ 5 വർഷത്തേക്ക് റീടെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു 2500 രൂപയും അതിൻ്റെ പേപ്പറിൻ്റെ പേയ്മെൻറ്റ് വരുന്നുള്ളൂ. റോഡ് ടാക്സ് ഫിറ്റ്നസിന് കൂടി 2500 രൂപ വരുന്നുള്ളൂ. ബാക്കി പേയ്മെൻറ്റ് വരിക വണ്ടിയുടെ പെയിൻറ്റിങ്, പിന്നെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ മോശമുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റ് അങ്ങനെയുള്ളതിനാണ് പേയ്മെൻറ്റ് വരിക. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ള കുറച്ച് പെയിൻറ്റിങ് ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കിയെടുക്കുക. അതെല്ലാം ഇപ്പോൾ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് ഇറക്കുന്നതിന് തന്നെ ഒരു 5000 രൂപ റേഞ്ച് വരും. ബാക്കി ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ ഒരു 2 രൂപ, ഒരു 7, 5, ഒരു 10000 രൂപ റേഞ്ച് സ്പെൻഡ് ചെയ്യുകയെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വണ്ടികളെല്ലാം ഒരു വട്ടം കൂടി ടെസ്റ്റ് ചെയ്ത് 5 വർഷം സുഖമായിട്ട് ഓടിച്ചു നടക്കുക. അത് നിങ്ങളാണ് തീരുമാനിക്കണം. അങ്ങനെ ചെയ്തെടുക്കണോ അതോ ആ ടൈമിൽ ഒരു വർഷം കൂടി ഓടിച്ചു നടന്നിട്ട് വാഹനം എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ വാഹനം എടുക്കണോ, അതെല്ലാം നമ്മൾ ആ ടൈമിൽ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് തീരുമാനം എടുക്കാം. അങ്ങനെ എന്തായാലും ഒരു 15 റേഞ്ചിൽ 1 ടൈം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടികൾ എടുക്കാനാണ് ഞാനെപ്പോഴും സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പേപ്പർ വാലിഡിറ്റി കുറച്ചുകൂടി കിട്ടും. പിന്നെ ഇതെല്ലാം ഒരു പ്രാവശ്യം എഞ്ചിൻ പണി കാര്യങ്ങളെല്ലാം ചെയ്തതായിരിക്കും. എന്തായാലും ഒരു 75,000-80,000 കിലോമീറ്റർ ഓടിയ വണ്ടികളായിരിക്കും. ഇതിലൊരു ബൈക്ക് ഒരു 50, 55, 60,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ സിലിണ്ടർ ബോർ ചെയ്യേണ്ട കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടികൾ 15 കൊല്ലം റോഡിൽ ഓടിയ വണ്ടിയാണ്. എന്തായാലും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി വലിയ എഞ്ചിൻ പണിയൊന്നും വരാനില്ല. അപ്പോൾ ഇത്തരം വണ്ടികൾ എടുക്കുന്നതിന് വലിയ തെറ്റൊന്നുമില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾക്ക് മറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ട്, അതുകൂടാതെ വേറെ ഏതെങ്കിലും വണ്ടികൾ 15,000 റേഞ്ചിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ഇതെല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലേ നമുക്ക് പുതിയ ഇൻഫർമേഷൻ കിട്ടുള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു വീഡിയോ അവിടെ തന്നെ ചെയ്യാം. പിന്നെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.